എല്ലാവർക്കും കുക്ക് ടേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പുറത്ത് കൊടുക്കുന്ന, അതായത് ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അതുകൊണ്ട് ഇതേപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഏറ്റവും ആദ്യം റെഡിയാക്കി വെക്കേണ്ടത് നമ്മുടെ കേക്ക് ടിന്നാണ്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി, എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് പോയി കണ്ടാൽ മതി. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പൗഡർ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 കിലോ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ മെഷറിംഗ് കപ്പിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. ഇതില്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ടീ മഗ്ഗോ കോഫി മഗ്ഗോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള സ്റ്റീൽ ഗ്ലാസ്സോ ആയാലും മതി. കുത്തി നിറച്ച് മൈദ ഇട്ട് കൊടുക്കരുത്. ഇതേപോലെ സ്പൂൺ വെച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അവസാനം ഇതുപോലെ ഒന്ന് വടിച്ചു കൊടുക്കുക. ഈ 1 കപ്പ് മൈദ ഞാൻ ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂൺ എടുത്ത് മാറ്റാണ്. ടേബിൾ സ്പൂൺ അല്ല, 2 ടീസ്പൂൺ. ഇനി ആ എടുത്ത 2 ടീസ്പൂൺ അളവിന് പകരമായിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് ഇത് കേക്ക് ഫ്ലോർ ആയിട്ട് മാറുന്നത്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിർബന്ധമില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരിച്ചെടുക്കണം. 2 വട്ടമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്യാൻ മറക്കരുത്. അടുത്ത സ്റ്റെപ്പ് ഓവൻ പ്രീഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മുട്ട ബീറ്റ് ചെയ്യുന്നതിന് ജസ്റ്റ് മുൻപ് പൗഡർ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തന്നെ പ്രീഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ബാറ്റർ ഉണ്ടാക്കുമ്പോഴേക്കും പ്രീഹീറ്റിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ചീനച്ചട്ടിയിലാണെങ്കിൽ അടുപ്പത്ത് ചീനച്ചട്ടി മീഡിയം ഹീറ്റിൽ 10 മിനിറ്റ് അടച്ച് പ്രീഹീറ്റ് ചെയ്യുക. അതല്ല ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. അതല്ല കുക്കറിലാണെങ്കിൽ ഇതേപോലെ 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ അടച്ച് പ്രീഹീറ്റ് ചെയ്യുക. ചീനച്ചട്ടിയിൽ ബേക്ക് ചെയ്യുന്ന മെത്തേഡ് എൻ്റെ ബാർബി കേക്കിൻ്റെ വീഡിയോയിലുണ്ട്, എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയിലുണ്ട്. അത് കാണണമെന്നുള്ളവർക്ക് ആ വീഡിയോ പോയിട്ട് കാണാം കേട്ടോ. ഓവനില്ലാതെ അടിപൊളിയായിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്പോഞ്ചായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കേക്ക് കിട്ടും. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം. മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ 4 കോഴിമുട്ട ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടിട്ട് മുട്ട ബീറ്റ് ചെയ്യരുത്. ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് എയർ നിറയും. അപ്പോൾ നല്ലതായിട്ട് പൊന്തിയൊക്കെ വരും. പക്ഷേ പിന്നീട് നമ്മൾ പൗഡർ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നടുഭാഗം കുഴിഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കേക്ക് നല്ല സ്പോഞ്ചി ആയിരിക്കും, അങ്ങനെ തന്നെ കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ ഐസിംഗ് ഒക്കെ ചെയ്യണ കേക്കാണെങ്കിൽ ലെയർ ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നടുങ്ങനെ കുഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ലെയർ ചെയ്യാൻ പറ്റില്ല. ചിലർ ആദ്യമായിട്ട് കേക്ക് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ബീറ്ററൊക്കെ ആദ്യമായിട്ട് മേടിക്കുന്നവർ ഈ മുട്ട ഒരുപാടിട്ട് ബീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവർക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുക. ഞാനിനി പൗഡർ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഒരു രീതിയിലും മിക്സ് ചെയ്യരുത്. അതായത് ഇങ്ങനെ ഇട്ട് അടിച്ച് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കരുത്. അതുപോലെ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നല്ല ഫാസ്റ്റായിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ മുട്ട പൊന്തി വന്നതൊക്കെ, അതായത് മുട്ട വന്നിട്ട് നമ്മൾ ആ എയർ ബബിൾസ് ക്രിയേറ്റ് ചെയ്തതൊക്കെ പോവും. നമ്മുടെ ബാറ്റർ താഴ്ന്നു പോവും. കേക്ക് ഉണ്ടാക്കുന്നത് നല്ല ഹാർഡായി പോവും. ആദ്യമായിട്ട് എഗ് ബീറ്ററൊക്കെ മേടിച്ച് ബീറ്റ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് ഈ നടു കുഴിഞ്ഞു പോകുന്ന പ്രശ്നം വരിക. അത് ഓവർ ബീറ്റ് ആയിട്ടാണ്. അത് കുറേ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ തെറ്റൊക്കെ മനസ്സിലാക്കിയത് ക്ലിയർ ചെയ്യുക. അപ്പോൾ മുട്ട ഓവറായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല റിബൺ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു മാവ് പോലെ മുട്ട പതഞ്ഞ് വരുവാണെങ്കിൽ ബാറ്റർ എന്തായാലും നടുകുഴിഞ്ഞു പോകും. നമ്മൾ പൗഡറെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ബാറ്ററിനാണ് റിബൺ കൺസിസ്റ്റൻസിയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബാറ്ററിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വിനീഗറാണ്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. വിനീഗർ ചേർക്കുന്നത് നമ്മുടെ സോഡാപ്പൊടിയും വിനീഗറും കൂടി റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് മാവ് അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പൊന്തി വരാൻ ഹെൽപ്പ് ചെയ്യും.
എന്നോട് ഒരു കുട്ടി ചോദിച്ചു കേക്കിൽ ഓയിൽ വേണ്ടേന്ന്. ഓയിൽ ചേർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കേക്ക്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ക്രീം കേക്കിന് സത്യം പറഞ്ഞാൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മോയ്സ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ സിറപ്പ് ഇടുന്നുണ്ട്, പിന്നെ ക്രീം തേക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേക്ക് നല്ല മോയ്സ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തതിൻ്റെ കൂട്ടത്തിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം നമുക്കിതിൽ ഈ ഒരു കേക്കിൽ വേണ്ടി വരുന്നില്ല. കേക്കിൽ ഓയിൽ ചേർക്കേണ്ടതായിട്ടുള്ള, അതായത് ക്രീമൊന്നും ഇല്ലാതെ നമ്മൾ പ്ലം കേക്ക്സ്, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്, പുഡിംഗ് കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഓയിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ടിന്നിലാക്കിയിട്ടുണ്ട്. ഇത് 5-6 വട്ടം ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് എയർ ബബിളൊക്കെ മുഴുവനായിട്ട് പോവുള്ളൂ. അതിനുശേഷം ഓവനിലാണെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചീനച്ചട്ടിയിലാണെങ്കിൽ ചീനച്ചട്ടിയിൽ ബേക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം, 20 മിനിറ്റാണ് ചീനച്ചട്ടിയിൽ ബേക്ക് ചെയ്യേണ്ട സമയം. പിന്നെ ഓരോരുത്തരുടെ പാത്രത്തിനും അതുപോലെ ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളത് തുറന്ന് നോക്കാവൂ, ഇല്ലെങ്കിൽ ആ പൊന്തി വന്ന മാവ് അങ്ങനെ തന്നെ കുഴിഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ 175 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 180 ഡിഗ്രി സെറ്റിംഗ് ഇല്ല, 175 കഴിഞ്ഞാൽ പിന്നെ 200 ഉള്ളൂ. അപ്പോൾ ബേക്കായിട്ട് കാണാം. അങ്ങനെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ടൂത്ത് പിക്ക് ഇറക്കി നോക്കുമ്പോൾ അത് ഫുള്ളായിട്ട് എൻ്റെ ഉള്ളിലേക്ക് പോകും, അത്രയും ഹൈറ്റ് ഉണ്ട് കേക്ക്. അതാണ് നമ്മുടെ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചൂടാറിയിട്ട് അൺമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ചൂടാറാതെ ആരും എടുക്കരുത്, പൊട്ടിപ്പോവും. അപ്പോൾ കൃത്യം 25 മിനിറ്റാണ് എനിക്കെടുത്തത്. ഇതാ കണ്ടോ, നമ്മുടെ കേക്ക് എത്ര സ്പോഞ്ച് ചെയ്യാൻ നോക്കൂ. ഓയിലിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ കേക്ക് ആരും ഫ്രിഡ്ജിൽ വെക്കരുത്. ഇതേപോലെ ഒരു 8 മണിക്കൂർ മിനിമം, അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കണം റൂം ടെമ്പറേച്ചറിൽ. അതിനുശേഷം മാത്രമേ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഐസിങ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം 3 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ലെയർ, ഏറ്റവും ബോട്ടം ലെയറാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അതിനൊരു മാർക്ക് ഇട്ടതിന് ശേഷം ബോട്ടം ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലെയർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക 4 ഭാഗത്തും. അതിനുശേഷം അതും കട്ട് ചെയ്തെടുക്കുക. ഇതാ ഞാൻ 3 ലെയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് വിവോൻ്റെ നോൺ ഡയറി ക്രീമാണ്. ഒരുപാട് ക്രീം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം എടുത്തോളൂ. ഇതിൻ്റെ 1.25 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ഇത്തിരി അധികമായി പോകും. 1.25 കപ്പ് ധാരാളമാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീറ്റർ ഫിലിപ്സിൻ്റെ ആണ്, അതിൽ 5 സ്പീഡുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും വിപ്പ് ചെയ്യാറ് 2nd സ്പീഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ് വിപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലേക്ക് പഞ്ചസാര കുറച്ചായി ചേർത്തിട്ട് 2nd സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് കഴിയുമ്പോൾ 3rd സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാണ് ചെയ്യാറ്. 4ഉം 5ഉം ഒന്നും ഞാൻ ബീറ്റ് ചെയ്യാറില്ല. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചായിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ക്രീമിൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ചില ക്രീമിന് നല്ല മധുരം ഉണ്ടാവും, ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിന് കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ക്രീം വിപ്പായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത പാത്രം ഒന്ന് ചെരിച്ചല്ലെങ്കിൽ കമത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം താഴത്തോട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ വിപ്പായിട്ടില്ല എന്നാണ് അർത്ഥം. അത് കറക്റ്റ് ആ പ്ലേസിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് വിപ്പായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല സ്റ്റിഫ് പീക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റിംഗ് നിർത്താം. ഒരുപാട് ബീറ്റ് ചെയ്താൽ എയർ ബബിൾ കയറും. അപ്പോൾ നമ്മൾ ക്രീം തേക്കുമ്പോൾ ചെറിയ ഹോൾസ് കാണും. അപ്പോൾ ഇതാ എൻ്റെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബേസിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ആ ഫസ്റ്റ് ലെയർ അവിടെ ഒട്ടിയിരുന്നോളും, ഇളകി പോവില്ല. ഈ കേക്ക് ബേസിൻ്റെ അടിയിൽ കുറച്ച് ക്രീം വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ചെറി ചോപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ ചെറി സിറപ്പും ഉണ്ടാക്കി വെക്കണം. ചെറി സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം, നന്നായി തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് ചെറി കുറച്ച് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച വെള്ളമാണെങ്കിൽ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നന്നായി തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അത് അരിച്ചെടുക്കുക. ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കുക. ചെറി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ആ ലെയറിൽ നമ്മുടെ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുക്കുക. അതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. നടുവിൽ മാത്രമല്ല വെറ്റ് ചെയ്യേണ്ടത്, ചുറ്റും വെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തരുത് ചെയ്യുന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിരിക്കും. ഏതൊരു വീഡിയോ ചെയ്യുന്ന ആൾക്കാരായാലും അങ്ങനെ തന്നെയായിരിക്കും. അതുമ്പോൾ നമ്മൾ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പ് ആവും. ഇതാ കണ്ടോ, ഇതേപോലെ ചുറ്റും നമ്മുടെ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം.
ഇതാ ഞാൻ ക്രീം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ബാർബി കേക്കിൽ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഐസിങ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ക്രീം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നിറയെ ചെറീസ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ചോക്ലേറ്റും ചെറീസും ഒന്നും ഇടാതെ ചുമ്മാ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സിമ്പിൾ വാനില കേക്കായി മാറും. അപ്പോൾ ഒരു സിമ്പിൾ വാനില കേക്കിൻ്റെ റെസിപ്പിയും കൂടി മനസ്സിലായല്ലോ. ഇതാ ഞാൻ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അത്യാവശ്യം നിറയെ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മളിങ്ങനെ പിശുക്കിയിട്ട് കാര്യമില്ലല്ലോ. കാരണം പുറത്തുനിന്ന് നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഇതുപോലെ ലെയറിൻ്റെ ഇടയിൽ ഒന്നും ചോക്ലേറ്റ് ഉണ്ടാവില്ല, ചുമ്മാ ക്രീം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതുപോലെ എല്ലാ ലെയറിലും ചോക്ലേറ്റും ചെറീസും നിറയെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാവും. പിന്നെ ഇപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് വൈറ്റ് ചോക്ലേറ്റ് വേണമല്ലോ. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറീസ് ഇട്ട് കൊടുക്കാം. ചെറീസ് ചുറ്റും ഇട്ട് കൊടുക്കണം കേട്ടോ, തോന്നിയ പോലെ ഇട്ട് കൊടുക്കരുത്. കാരണം ചുറ്റും ഇടുമ്പോൾ മാത്രമേ എല്ലാ ബൈറ്റിലും ആ ചെറി നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ തന്നെ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് സിറപ്പ് ഇട്ടിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ചെറിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ വയ്ക്കുക. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിലോ ക്രീം ആക്കിയതിന് ശേഷം അതിന് കോണാക്കി പിടിച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുക കത്രിക കൊണ്ട്. അതിനുശേഷം അത് വെച്ചിട്ട് ക്രീം അപ്ലൈ ചെയ്യാണ്. ഞാനതെൻ്റെ ബാർബി കേക്കിൽ കാണിച്ചു തന്നിട്ടുണ്ട്, കണ്ടവർക്ക് കാണാം കേട്ടോ. കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും ഇതൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണമെന്നാണ്, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. എനിക്കൊരു ഓർഡർ ആയതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുള്ളൂ. ഞാനിതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ലൈനായിട്ട് നടുവിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇനി ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ ഇച്ചിരി വലിയ ഫ്ലവേഴ്സ് കൊടുക്കുകയാണ്. ഇനി മറ്റേ സൈഡിൽ നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഡിസൈൻസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനും ഇപ്പോൾ പെട്ടെന്നൊരു തോന്നലിൽ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് ചെറീസ് കൂടി ആ വലിയ ഫ്ലവേഴ്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ചുറ്റും വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാം. ഇതുപോലെ കട്ടിയിലൊരു കടലാസ് വെച്ചിട്ട് ഫില്ല് ചെയ്യായിരിക്കും നല്ലത്. കൈ വെച്ച് ഫില്ല് ചെയ്താൽ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി പോകും. അപ്പോൾ ഞാനിതാ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആദ്യക്കുട്ടിയുടെ പിറന്നാളിന് കൊടുക്കാനുള്ള കേക്കാണ്. അപ്പോൾ അവൾക്ക് പേരൊന്നും എഴുതണ്ട, ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ അളവിൽ കേക്കിൻ്റെ വെയിറ്റ് കണ്ടോളൂ. 1188, അതായത് 1 കിലോ 188 ഗ്രാം. ആ ബേസ് അടക്കമാണ്. ബേസിൻ്റെ വെയിറ്റ് 94 ഗ്രാമാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ 1 kg കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു. ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ടാണ് പറഞ്ഞത്, കാരണം വീഡിയോൻ്റെ ലെങ്ത് ഇനിയും കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. മാത്രമല്ല ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.